ജോബ് സെക്യൂർ ലോ എമിനൻസിൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ കറണ്ട് അഫയേഴ്സ് ഏരിയയാണ് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ നമുക്കറിയാം കേരള ലോ എൻട്രൻസ് എക്സാമിനേഷൻ ഇനി ഏതാനും ദിവസങ്ങൾ മാത്രമാണ് മുമ്പിലുള്ളത്. അപ്പം ടോട്ടൽ 200 ക്വസ്റ്റ്യൻസിൽ 45 ക്വസ്റ്റ്യൻസ് വരുന്നൊരു ഏരിയയാണ് കറണ്ട് അഫയേഴ്സ്. അപ്പോൾ അതുകൊണ്ട് തന്നെ വളരെ പ്രധാനപ്പെട്ട ഏരിയയാണ്. വളരെ നന്നായിട്ട് പ്രിപ്പയർ ചെയ്ത് പോയാൽ തന്നെ നമുക്ക് കറണ്ട് അഫയേഴ്സ് വേണ്ടതുപോലെ സ്കോർ ചെയ്യാൻ പറ്റുള്ളൂ. കറണ്ട് അഫയേഴ്സിൽ സ്കോർ ചെയ്യുന്നത് നിങ്ങളുടെ മൊത്തം സ്കോറിനെ വളരെ കാര്യമായിട്ട് ബാധിക്കുകയും ചെയ്യും. അപ്പോൾ അതുകൊണ്ട് തന്നെ കറണ്ട് അഫയേഴ്സ് വളരെ സ്ട്രോങ് ആവണം. കറണ്ട് അഫയേഴ്സ് ആൻഡ് GK എന്നാണ് അവർ ആ ഏരിയയ്ക്ക് കൊടുത്തിരിക്കുന്ന പേര് തന്നെ. അതുകൊണ്ട് തന്നെ സ്റ്റാറ്റിക് GK ക്വസ്റ്റ്യൻസും അതേപോലെ തന്നെ കറണ്ട് അഫയേഴ്സ് ക്വസ്റ്റ്യൻസും ഇതിനകത്ത് വരും. അപ്പോൾ നിങ്ങൾ അതിനകത്ത് കറണ്ട് അഫയേഴ്സ് എങ്ങനെയൊക്കെ നമുക്ക് പ്രിപ്പയർ ചെയ്യാം, അതിന് ഏതൊക്കെ ഏരിയ നമ്മൾ നോക്കേണ്ടതുണ്ട്, നമ്മുടെ പ്രിപ്പറേഷൻസ് എങ്ങനെ കൊണ്ടുപോവേണ്ടതുണ്ട്, ആ കാര്യങ്ങളാണ് നമ്മൾ ഇന്ന് കാര്യമായിട്ട് ഡിസ്കസ് ചെയ്യുന്നത്. നമ്മൾ ജോബ് സെക്യൂർ കുട്ടികളെ സംബന്ധിച്ചിടത്തോളം കറണ്ട് അഫയേഴ്സ് വലിയ വിഷയമല്ല. കാരണം മന്ത്ലി കറണ്ട് അഫയേഴ്സിൻ്റെ ഡൈജസ്റ്റാണ് ഞങ്ങൾ കുട്ടികൾക്ക് കൊടുക്കുന്നത്. ഓരോ മന്തിലും ആ മന്തിൽ നടന്നിരിക്കുന്ന മുഴുവൻ കാര്യങ്ങളും, അത് ആർട്സ് ആയിക്കോട്ടെ സ്പോർട്സ് ആയിക്കോട്ടെ, എല്ലാ കാര്യങ്ങളും ഇൻക്ലൂഡ് ചെയ്തുകൊണ്ടുള്ള മന്ത്ലി ഡൈജസ്റ്റാണ് ഞങ്ങൾ ഓരോ മന്തിലും കുട്ടികൾക്ക് കൊടുക്കുന്നത്. ഈ മെയ്യിലെ കറണ്ട് അഫയേഴ്സിൻ്റെ ഡൈജസ്റ്റ് വേണ്ടവർ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക. നമ്പറിൽ GK എന്ന് മെസ്സേജ് അയച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ മെയ് മന്തിലെ കറണ്ട് അഫയേഴ്സ് ഞങ്ങൾ ഫ്രീ ആയിട്ട് കറണ്ട് അഫയേഴ്സ് ഡൈജസ്റ്റ് ഫ്രീ ആയിട്ട് നൽകുന്നതായിരിക്കും. കറണ്ട് അഫയേഴ്സിൽ ഞങ്ങളുടെ ഡൈജസ്റ്റിൻ്റെ ഗുണം കുട്ടികൾ ശരിക്കും ക്യുസാറ്റിൻ്റെ റിസൾട്ട് വന്നപ്പോൾ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. ആദ്യത്തെ 10 റാങ്കിലെ 7 റാങ്കുകളും ജോബ് സെക്യൂറിയൻസ് ആണ് നേടിയിട്ടുള്ളത്. അതിനവർക്ക് കറണ്ട് അഫയേഴ്സ് ഏരിയയിൽ ഉള്ള സപ്പോർട്ട് വളരെയധികം ഗുണകരമായി എന്ന് കുട്ടികൾ പ്രത്യേകം പറയുന്നുണ്ടായി. കേരള ലോ എൻട്രൻസ് എക്സാമിനേഷന് ഇനി കുറച്ച് ദിവസങ്ങളെ മുമ്പിലുള്ളൂ എന്ന് നമുക്കറിയാം. ഇനി പ്രിപ്പയർ ചെയ്താലും, ഇനി നല്ലൊരു പ്രിപ്പറേഷനിലൂടെ പോയാലും നിങ്ങൾക്ക് നല്ലൊരു റിസൾട്ടിലേക്ക് എത്താം. ജോബ് സെക്യൂരിറ്റിയുടെ ക്രാഷ് കോഴ്സ് ഓഫ്ലൈനും ഓൺലൈനും ഇപ്പോഴും അഡ്മിഷൻ ഓപ്പൺ ആണ്. ഇന്നും കുട്ടികൾ ജോയിൻ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പം അതിന് എക്സാമിനേഷൻ വരെ ഞങ്ങൾ ക്ലാസ്സസ് കൊടുക്കുന്നുണ്ട്. ഡെയിലി ക്ലാസ്സസ് ആണ് കൊടുക്കുന്നത്. അപ്പോൾ ഇനി വേണമെങ്കിലും നിങ്ങൾക്ക് ഞങ്ങളുടെ ക്രാഷ് കോഴ്സിൽ ജോയിൻ ചെയ്യാം. ഇപ്പോഴും അഡ്മിഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും ഉള്ളൊരു വലിയ സംശയമായിരിക്കും, എന്തൊക്കെയാണ് ഈ കറണ്ട് അഫയേഴ്സ് എന്ന് പറഞ്ഞാൽ, ഏതൊക്കെ ഏരിയയിൽ നിന്ന് ക്വസ്റ്റ്യൻസ് വരും, എങ്ങനെയാണ് ഞങ്ങളുടെ പ്രിപ്പറേഷൻ കൊണ്ടുപോകേണ്ടത്, എല്ലാവർക്കും ഉള്ള സംശയമായിരിക്കും. 2023 വന്നിരിക്കുന്ന ക്വസ്റ്റ്യൻസ് കണ്ടാൽ നിങ്ങൾക്ക് അതിൻ്റെ ഒരു ഐഡിയ കിട്ടും എങ്ങനെ കൊണ്ടുപോകണം പ്രിപ്പറേഷൻ. അപ്പം നമ്മൾ ഈ 2023 ക്വസ്റ്റ്യൻസ് അല്ല ഡിസ്കസ് ചെയ്യുന്നത്, ഏതൊക്കെ ഏരിയയിൽ നിന്ന് വന്നു, എങ്ങനെ പ്രിപ്പയർ ചെയ്യണം എന്നുള്ളതാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പം നിങ്ങൾ നോക്കൂ, ഫസ്റ്റ് ക്വസ്റ്റ്യൻ വന്നത് ഹു ഹാസ് ബീൻ അപ്പോയിൻറ്റഡ് ആസ് ഇന്ത്യാസ് സെക്കൻഡ് ചീഫ് ഡിഫൻസ് സ്റ്റാഫാണ്. ഈ ഇന്ത്യാസ് സെക്കൻഡ് ചീഫ് ഡിഫൻസ് സ്റ്റാഫ് എന്നുള്ളത് കഴിഞ്ഞ വർഷം ഇമ്പോർട്ടൻ്റ് ആയിരുന്നു. കാരണം ഫസ്റ്റ് ഡിഫൻസ് സ്റ്റാഫ് അപ്പോയിൻ്റ് ചെയ്തു. അദ്ദേഹത്തിൻ്റെ കാലം കഴിയുന്നതിന് മുമ്പ് തന്നെ, ടേം കഴിയുന്നതിന് മുമ്പ് തന്നെ അദ്ദേഹം മരണപ്പെട്ടു. അതുകൊണ്ടാണ് സെക്കൻഡ് ഡിഫൻസ് സ്റ്റാഫിനെ അപ്പോയിൻ്റ് ചെയ്തത്. അപ്പം അപ്പോയിൻമെൻറ്റ് ആൻഡ് ഓഫീസേഴ്സ് ആൻഡ് അപ്പോയിൻമെൻറ്റ്, ഈ ഏരിയയിൽ നിന്ന് പലപ്പോഴും ഒരു ക്വസ്റ്റ്യൻ വരാറുണ്ട്. അപ്പം നിങ്ങൾക്ക് ഈ 1 ഇയറിനുള്ളിൽ ആരൊക്കെയാണോ പുതുതായിട്ട് അപ്പോയിൻ്റ് ചെയ്തത്, അവരുടെ പേരെന്ത്, ഏതൊക്കെ സ്ഥാനത്തേക്കാണ് അപ്പോയിൻ്റ് ചെയ്തിരിക്കുന്നത്, അവരുടെ ടേം എന്ത്, ആ കാര്യങ്ങളൊക്കെ നമ്മൾ കാര്യമായിട്ട് നോക്കേണ്ടതുണ്ട്. അപ്പോൾ ഇതിനകത്ത് സെക്കൻഡ് ക്വസ്റ്റ്യൻ നോക്കൂ, ഹു എമംഗ് ഫോളോയിങ് 2022 ഗോൾഡൻ ഗ്ലോബ് റേസ്. ഈ ക്വസ്റ്റ്യനിൽ നമ്മൾ സെക്കൻഡ് വിന്നറെ ചോദിക്കുമെന്നാണ് എക്സ്പെക്ട് ചെയ്തത്. കാരണം സെക്കൻഡ് വിന്നർ ഫസ്റ്റ് ഇന്ത്യൻ വിന്നർ ഓഫ് സെക്കൻഡ് ഗോൾഡൻ ഗ്ലോബ് റേസ് ആയിരുന്നു, സെക്കൻഡ് വിന്നറായിരുന്നു. അത് കൂടാതെ അദ്ദേഹം ഒരു മലയാളി കൂടിയായിരുന്നു, അഭിലാഷ് ടോമി. അപ്പം നമ്മൾ ആ ക്വസ്റ്റ്യൻ എക്സ്പെക്റ്റ് ചെയ്തിരുന്നു. പക്ഷെ ചോദിച്ചത് ആരാണ് ഫസ്റ്റ് പ്രൈസ് വിന്നർ എന്നാണ് ക്വസ്റ്റ്യൻ ചോദിച്ചത്. ഈ ക്വസ്റ്റ്യനും വളരെ ഇമ്പോർട്ടൻ്റ് ആയിരുന്നു. കാരണം ആദ്യമായിട്ടാണ് ഒരു ലേഡി ഈ ഒരു പൊസിഷനിൽ വിൻ ചെയ്യുന്നത്. അതുകൊണ്ടാണ് ആ ക്വസ്റ്റ്യൻ ഇമ്പോർട്ടൻ്റ് ആയത്. അപ്പം നോക്കൂ, സെക്കൻഡ് ക്വസ്റ്റ്യൻ സ്പോർട്സ് എന്നുള്ള ഏരിയയിൽ നിന്നാണ് വന്നത്. ക്വസ്റ്റ്യൻ ഇതായിരുന്നു, വിച്ച് നാഷൻ ഹാസ് അനൗൺസ്ഡ് കൺസ്ട്രക്ഷൻ ഓഫ് ദ ലൈൻ വേൾഡ്സ് ഫസ്റ്റ് വേർട്ടിക്കൽ സിറ്റി. ഇതായിരുന്നു ക്വസ്റ്റ്യൻ. വേർട്ടിക്കൽ സിറ്റി ആയിട്ട് ആദ്യമായിട്ട് വന്നതേത്, അത് ആ വർഷത്തെ കറണ്ട് അഫയേഴ്സിലെ വളരെ പ്രധാനപ്പെട്ട ഒന്നായിരുന്നു. അപ്പം അതുകൊണ്ടാണ് ആ ക്വസ്റ്റ്യൻ ചോദിക്കാൻ കാരണം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, നാഷണൽ ഹൈവേ അതോറിറ്റി 5 days കൊണ്ട് 75 kilometers ഓഫ് റോഡ് ഉണ്ടാക്കിയത് എവിടെ എന്നായിരുന്നു ക്വസ്റ്റ്യൻ. അതും വളരെ ഇമ്പോർട്ടൻ്റ് ആയിരുന്നു. കാരണം
ലാസ്റ്റ് ഇയറിലെ കറണ്ട് അഫയേഴ്സിൽ വേൾഡ് ഗിന്നസ് റെക്കോർഡിൽ പോലും ഇടം നൽകിയിട്ടുള്ള ഒരു റെക്കോർഡായിരുന്നു ഇത്. അതുകൊണ്ടാണ് ആ ക്വസ്റ്റ്യൻ ഇമ്പോർട്ടൻ്റ് ആയത്. അപ്പോൾ അങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നുണ്ട് എന്നർത്ഥം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നിങ്ങൾ നോക്കൂ. വിച്ച് ഡിസ്ട്രിക്ട് റീസെൻ്റ്ലി ബിക്കെയിം ദ ഫസ്റ്റ് ഓപ്പൺ ഡെഫിക്കേഷൻ ഫ്രീ പ്ലസ് ODF പ്ലസ് ഡിസ്ട്രിക്ട് ഇൻ ഇന്ത്യ? ഈ ക്വസ്റ്റ്യൻ ചോദിക്കാൻ കാരണം എന്താ? ഈ ക്വസ്റ്റ്യൻ്റെ ആൻസർ വരുന്നത് വയനാടാണ്, കേരളത്തിലെ ഡിസ്ട്രിക്റ്റാണ്. അപ്പോൾ കേരള റിലേറ്റഡ് GKയിൽ നിന്ന് ചോദ്യം ചോദിച്ചു. GK അല്ല, കേരള റിലേറ്റഡ് കറണ്ട് അഫയേഴ്സിൽ നിന്ന് ക്വസ്റ്റ്യൻ വന്നു. അപ്പോൾ ക്വസ്റ്റ്യൻ്റെ പാറ്റേൺ മാറുന്നത് നിങ്ങൾ ശ്രദ്ധിക്കുന്നുണ്ടാവുമല്ലോ. അപ്പം നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് കടക്കാം. അടുത്ത ക്വസ്റ്റ്യനിൽ വരുന്നത് ആക്രോണിം ഓഫ് KFON. പത്രങ്ങളിൽ വളരെയധികം ചർച്ച ചെയ്യപ്പെട്ടിട്ടുണ്ടായിരുന്ന ഒന്നായിരുന്നു KFON. KFON വരുന്ന കാര്യമൊക്കെ കേട്ടു. പക്ഷെ KFONൻ്റെ ആക്രോണിം എന്ത് പലരും ശ്രദ്ധിച്ചിട്ടുണ്ടാവില്ല. അതായിരുന്നു ആ വർഷത്തെ ഒരു ക്വസ്റ്റ്യൻ. അടുത്ത ക്വസ്റ്റ്യൻ നിങ്ങൾ നോക്കൂ. ഹൂ വാസ് ദ ഫസ്റ്റ് ഇന്ത്യൻ വുമൺ ടു ബിക്കെയിം ദ പ്രസിഡന്റ് ഓഫ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്? അതിൻ്റെ തൊട്ട് താഴെ വന്ന ക്വസ്റ്റ്യൻ നോക്കൂ. ഹൂ വാസ് ദ ഫസ്റ്റ് ഇന്ത്യൻ വുമൺ ടു ബിക്കം ദ ചീഫ് മിനിസ്റ്റർ ഓഫ് ആൻ ഇന്ത്യൻ സ്റ്റേറ്റ്? അപ്പോൾ ഫസ്റ്റ് ഇൻ ഇന്ത്യ, ഫസ്റ്റ് വുമൺ ഇൻ ഇന്ത്യ, ഈ രണ്ട് ഏരിയയിൽ നിന്നും ക്വസ്റ്റ്യൻസ് വരും. ജോബ് സെക്യൂരിറ്റിയുടെ ഗൈഡ് കയ്യിലുള്ളവർക്കറിയാം. ഫസ്റ്റ് ഇൻ ഇന്ത്യ ഞങ്ങളൊരു ലിസ്റ്റ് കൊടുത്തിട്ടുണ്ട്. ഫസ്റ്റ് വുമൺ ഇൻ ഇന്ത്യ ഞങ്ങളൊരു വലിയ ലിസ്റ്റ് തന്നെ കൊടുത്തിട്ടുണ്ട്. അത് വച്ച് പ്രിപ്പയർ ചെയ്യുന്നൊരു കുട്ടികൾക്ക് ഈ കറണ്ട് അഫയേഴ്സിലെ ഈ ക്വസ്റ്റ്യൻസൊക്കെ വളരെ സിമ്പിളായിട്ട് കൈകാര്യം ചെയ്യാൻ പറ്റും. നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് കടക്കാം. ക്വസ്റ്റ്യൻ ഇതാണ്. വിച്ച് 2 എൻറ്റിറ്റീസ് വെർ ഇൻവോൾവ് ഇൻ ദ ബാറ്റിൽ ഓഫ് കൊളച്ചൽ? ഈ ക്വസ്റ്റ്യൻ ഹിസ്റ്ററിയുമായി റിലേറ്റഡ് ആണ്. അപ്പം കണ്ടോ, നിങ്ങൾ പുതിയൊരു ഏരിയ കണ്ടു. അപ്പം കറണ്ട് അഫയേഴ്സ് മാത്രമല്ല, ജനറൽ നോളജും ചോദിക്കുന്നുണ്ട്. ഇത് ഹിസ്റ്ററി റിലേറ്റഡ് ക്വസ്റ്റ്യൻ ആണ്. സെക്കൻഡ് ക്വസ്റ്റ്യൻ നോക്കൂ. ഹൂ വാസ് ദ പ്രൈം മിനിസ്റ്റർ ഓഫ് UK ഡ്യൂറിങ് ഇന്ത്യാസ് ഇൻഡിപെൻഡൻസ്? ഇന്ത്യൻ ഹിസ്റ്ററിയുമായിട്ട് ബന്ധപ്പെട്ട അടുത്ത ക്വസ്റ്റ്യനായി. അടുത്ത ക്വസ്റ്റ്യൻ നോക്കൂ. ഹൂസ് റൈറ്റിംഗ്സ് ഹാഡ് എ സിഗ്നിഫിക്കൻറ്റ് ഇമ്പാക്റ്റ് ഓൺ മഹാത്മാഗാന്ധി? അപ്പം ഇതൊക്കെ GK ക്വസ്റ്റ്യൻസ് ആണ്. അപ്പോൾ കറണ്ട് അഫയേഴ്സ് ക്വസ്റ്റ്യൻസ് മാത്രം നോക്കിയാൽ പോരാ, നമ്മൾ GK ക്വസ്റ്റ്യനും നോക്കണം എന്നുള്ള കാര്യം നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. അപ്പം ഞാൻ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് കടക്കുകയാണ്. വിച്ച് ഈവൻറ്റ് സെർവ്ഡ് ആസ് കാറ്റലിസ്റ്റ് ഫോർ ദ ഔട്ട്ബ്രേക്ക് ഓഫ് World War I? വേൾഡ് വാറുമായിട്ട് റിലേറ്റഡ് ആണ്. വേൾഡ് ഹിസ്റ്ററി നമ്മൾ അറിഞ്ഞിരിക്കേണ്ടതുണ്ട്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കൂ. ഹൂ ഈസ് റിഗാർഡഡ് ആസ് ദ ഫൗണ്ടർ ഓഫ് മോഡേൺ ടർക്കി? ഈ ക്വസ്റ്റ്യൻ ചോദിക്കാൻ ഒരു കാരണമുണ്ട്. കാരണം കഴിഞ്ഞ വർഷം ടർക്കിയും അസർബൈജാൻ എന്നുള്ള കൺട്രിയും, ഈ രണ്ട് കൺട്രീസ് തമ്മിൽ ഒരു ജോയിൻറ്റ് മിലിറ്ററി എക്സസൈസ് നടത്തി. ആ എക്സസൈസിൻ്റെ പേര് തന്നെ ഇദ്ദേഹത്തിൻ്റെ പേരുമായിട്ട് കണക്ട് ചെയ്തിട്ടായിരുന്നു അവർ കൊടുത്തിട്ടുണ്ടായിരുന്നത്. ആ കാരണം കൊണ്ട് അത് ശ്രദ്ധിച്ചിട്ടുണ്ടോ കുട്ടികൾ എന്ന് ചെക്ക് ചെയ്യാൻ കൂടിയിട്ടാണ് ആ വർഷം ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ വന്നത്. അപ്പം ജോയിൻറ്റ് മിലിറ്ററി എക്സസൈസ് നമ്മൾ നോക്കണം, അതിൻ്റെ പേരുകൾ നമ്മൾ ശ്രദ്ധിക്കണം. 1 ഇയറിനുള്ളിൽ നടന്ന ഒരു സംഭവമാണിത്. അത് കറണ്ട് അഫയേഴ്സ് റിലേറ്റഡ് ക്വസ്റ്റ്യൻ ആണ് എന്നർത്ഥം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കൂ. ഹെഡ് ക്വാർട്ടേഴ്സ് ഓഫ് പഴശ്ശിരാജയുടെ ഫോർ എ സിഗ്നിഫിക്കൻറ്റ് പീരീഡ് ഫോർ ദ ടൈം ഓഫൺ റെഫേർഡ് ടു ആസ്, അതാണ് ചോദ്യം. അപ്പോൾ പഴശ്ശിരാജ റിലേറ്റഡ് ക്വസ്റ്റ്യൻ വരുന്നു എന്ന് വെച്ചാൽ കേരള ഹിസ്റ്ററിയുമായിട്ടാണ് റിലേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ. അപ്പോൾ നോക്കൂ, ഇന്ത്യൻ ഹിസ്റ്ററി നമ്മൾ കണ്ടു, വേൾഡ് ഹിസ്റ്ററിയിലെ ക്വസ്റ്റ്യൻസ് കണ്ടു, കേരള ഹിസ്റ്ററിയിലെ ക്വസ്റ്റ്യൻസ് കണ്ടു. അപ്പോൾ അടുത്ത ക്വസ്റ്റ്യൻ നോക്കൂ. അടുത്ത ക്വസ്റ്റ്യൻ ഇതാണ്. ഖടക്വാസ്ല ഡാം ലൊക്കേറ്റഡ് ഇൻ വിച്ച് സ്റ്റേറ്റ് എന്നാണ് ക്വസ്റ്റ്യൻ. അപ്പം ഇതും നിങ്ങൾ ഞങ്ങളുടെ ജോബ് സെക്യൂരിറ്റിയുടെ ഗൈഡിൽ ഇമ്പോർട്ടൻ്റ് ഡാംസ്, ഇമ്പോർട്ടൻ്റ് നാഷണൽ പാർക്സ്, സ്റ്റേഡിയംസ്, ഇതൊക്കെ എവിടെയാണ് എന്നുള്ളതിൻ്റെ വലിയൊരു അറ്റോമിക് റിസർച്ച് സെൻറ്റേഴ്സ്, ഇതിൻ്റെയൊക്കെ വലിയൊരു ലിസ്റ്റ് തന്നെ ഞങ്ങൾ ഗൈഡിൽ കൊടുത്തിട്ടുണ്ട്. എല്ലാ വർഷവും ഇങ്ങനത്തെ ഏരിയയിൽ നിന്ന് ക്വസ്റ്റ്യൻസും വരുന്നുണ്ട്. നിങ്ങൾക്ക് തന്നെ ഈ ക്വസ്റ്റ്യൻ പേപ്പറിൽ പിന്നീട് വരുന്നത് കാണാം. അപ്പം ഈ ഡാം ചോദിക്കാൻ ഒരു പ്രധാന കാരണം എന്താണെന്ന് വെച്ചാൽ മഹാരാഷ്ട്രയിൽ എസ്പെഷ്യലി പൂന ഏരിയയിലൊക്കെ പ്രധാന വാട്ടർ റിസോഴ്സാണ് ഈ ഡാം. അതുകൊണ്ടാണ് ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ ചോദിക്കാൻ കാരണം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്താണ്? റോങ്താങ് പാസ് എന്തിനെയൊക്കെയാണ് കണക്ട് ചെയ്യുന്നത് എന്നാണ് ജോഗ്രഫി റിലേറ്റഡ് ക്വസ്റ്റ്യനായി. അപ്പം കണ്ടോ, വരുന്ന ക്വസ്റ്റ്യൻസ് വരുന്ന ഏരിയ നോക്കൂ.
അടുത്തത് ജിയോഗ്രഫിയിൽ നിന്ന് വന്നു. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്താ? വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് ദ ലാർജസ്റ്റ് ഐലൻഡ് ഇൻ ഇന്ത്യ? ഇന്ത്യയിലെ ലാർജസ്റ്റ് ഐലൻഡ് ചോദിച്ചു, ഇന്ത്യയിലെ ഡാം ചോദിച്ചു. ക്വസ്റ്റ്യൻസ് വരുന്ന ഏരിയ നോക്കൂ. അപ്പം അടുത്ത ക്വസ്റ്റ്യനിലേക്ക് നമുക്ക് കടക്കാം. ക്വസ്റ്റ്യൻ ഇതാണ്: വിച്ച് ഓഫ് ദ ഫോളോയിങ് നാഷണൽ പാർക്ക് ഈസ് ലൊക്കേറ്റഡ് ഇൻ സ്റ്റേറ്റ് ഓഫ് രാജസ്ഥാൻ? ഞാൻ നേരത്തെ ഓൾറെഡി പറഞ്ഞു, ഇതിൻ്റെയൊക്കെ ലിസ്റ്റ് ഞങ്ങളുടെ ഗൈഡിലുണ്ട്, ജോബ് സെക്യൂറാസ് ഗൈഡിൽ കാണാം. രത്തൻബോർ നാഷണൽ പാർക്കാണ് രാജസ്ഥാനിലുള്ളത്. അപ്പോൾ ഓരോ നാഷണൽ പാർക്കും ഓരോ നാഷണൽ പാർക്കിൻ്റെയും പ്രത്യേകതകൾ, ഏറ്റവും വലിയ പാർക്ക് ഏതാണ്, ഏറ്റവും ചെറുത് ഏതാണ്, അല്ലെങ്കിൽ എന്തെങ്കിലും പ്രാധാന്യം ഈ കറൻറ്റ് ഇയറിനുള്ളിൽ വന്നിട്ടുണ്ടോ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ നോക്കേണ്ടതുണ്ട്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കൂ. ദ സ്ട്രേറ്റ് ഓഫ് ഗിബാൾട്ടർ സെപ്പറേറ്റ്സ് വിച്ച് 2 ബോഡീസ് ഓഫ് വാട്ടർ? ഏരിയ മാറി. അപ്പം ഓഷ്യൻസുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ചോദിക്കാം, വാട്ടർ ബോഡീസുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ചോദിക്കാം. അങ്ങനത്തെ ഈ ക്വസ്റ്റ്യൻസ് ഒക്കെ ഇതിനകത്ത് വരുന്നുണ്ട്. അപ്പോൾ ഈ ക്വസ്റ്റ്യൻ നോക്കൂ. ദ കറക്റ്റ് സീക്വൻസ് ഓഫ് ഡിഫറെൻറ്റ് ലെയേഴ്സ് ഓഫ് അറ്റ്മോസ്ഫിയർ ആണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ അറ്റ്മോസ്ഫിയറുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യനും വന്നു. അപ്പം നിങ്ങൾ മൊത്തം ക്വസ്റ്റ്യൻ ഒന്ന് ആലോചിച്ച് നോക്കൂ. കേരള ഹിസ്റ്ററി, ഇന്ത്യൻ ഹിസ്റ്ററി, വേൾഡ് ഹിസ്റ്ററി, ഇൻ്റർനാഷണൽ വാട്ടർ വേസ്, ഓഷ്യൻസ്, ഇമ്പോർട്ടൻ്റ് അപ്പോയിൻമെൻറ്റ്സ്, എന്തൊക്കെ ഏരിയയിൽ നിന്നാണ് ക്വസ്റ്റ്യൻസ് വന്നത്? ഫസ്റ്റ് ഇൻ ഇന്ത്യ, ഫസ്റ്റ് വുമൺ ഇൻ ഇന്ത്യ, കറൻറ്റ് അഫയേഴ്സുമായിട്ടുള്ള ക്വസ്റ്റ്യൻസ് വന്നു, സ്റ്റാറ്റിക് GK ക്വസ്റ്റ്യൻസ് വന്നു. അപ്പോൾ ഇത് രണ്ടും നമ്മൾ നോക്കേണ്ടതുണ്ട്. രണ്ടിനും ഒരേപോലെ തന്നെ പ്രാധാന്യമുണ്ട്. അപ്പോൾ കറൻറ്റ് അഫയേഴ്സ് നല്ലോണം പ്രിപ്പയർ ചെയ്യുക. ജോബ് സെക്യൂറിയുടെ ഗൈഡ് ഇപ്പോഴും വാങ്ങാത്തവരാണെങ്കിൽ ഗൈഡ് വാങ്ങുക. ക്രാഷ് കോഴ്സ് ആലോചിക്കുന്നവരാണെങ്കിൽ ഓഫ്ലൈനും ഓൺലൈനും കോഴ്സുകളിൽ അഡ്മിഷൻ ഇപ്പോഴും തുടർന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പം വേഗം തന്നെ അഡ്മിഷൻ എടുക്കാൻ ശ്രമിക്കുക. അപ്പം ഞാൻ വീഡിയോയുടെ പറഞ്ഞതുപോലെ തന്നെ നിങ്ങൾക്ക് മന്ത്ലി ഡൈജസ്റ്റ് ആവശ്യമുണ്ട്. മെയ് മാസത്തിലെ മന്ത്ലി ഡൈജസ്റ്റ് ആവശ്യമുണ്ടെങ്കിൽ ഇതിന് താഴെ കൊടുക്കുന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക. അതേപോലെ തന്നെ ഞങ്ങളുടെ ഇനിയും വരുന്ന കറണ്ട് അഫയേഴ്സിൻ്റെ വീഡിയോസ് കാണാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ മറക്കാതെ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.